നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിത വിജയത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോകളിലൂടെ നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഇത്രയും നാൾ നാം കേട്ടതും അനുഭവിച്ചതും നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞതുമൊക്കെയായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അടിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെ അത്തരം ചിന്തകൾ നമ്മളെ പുറകോട്ട് വലിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള നമ്മെ പലപ്പോഴും പുറത്തെടുക്കാൻ നമുക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വിഷയത്തിലും കോൺഫിഡൻസ് ഇല്ലാതെ ഒരു വിഷയത്തിലും മുന്നോട്ടു നടക്കാൻ ഇത് സാധിക്കുമോ എന്ന തരത്തിലുള്ള ചിന്തകളിൽ നമ്മളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത്. അത്തരം ചിന്തകളെയെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന, നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു നമ്മെ പുറത്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് നാം സംസാരിക്കുന്നത്. നാം നമ്മളോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ട 9 കാര്യങ്ങളെ കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് രൂപീകരിക്കാനും ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ സെൽഫ് കോൺഫിഡൻസും നമ്മുടെ മോട്ടിവേഷൻ ലെവലും ഉയർത്തുന്നതിനും സഹായിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ സമ്മാനിക്കുന്ന, ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും നയപരമായി ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റി നമ്മളിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന 9 കാര്യങ്ങൾ. നേരെ ആ 9 കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി നമ്മളോട് നാം തന്നെ പറയേണ്ട ആദ്യത്തെ കാര്യം, ഐ ആം ദ ബെസ്റ്റ്. ഞാൻ ബെസ്റ്റാണ്, ഞാനാണ് ബെസ്റ്റ് എന്ന രീതിയിൽ നാം നമ്മളോട് പറയേണ്ടതുണ്ട്. പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ അതൊരു അഹങ്കാരമാകില്ലേ, അതൊരു അഹങ്കാരത്തിന്റെ ഭാഷയാകില്ലേ, അരഗന്റ് ആകില്ലേ എന്നൊക്കെ ചിന്തിച്ചേക്കാം. ബട്ട് ദിസ് ഈസ് നോട്ട് അരഗന്റ്, ദിസ് ഈസ് എ ബിലീവ്. ഇത് ഒരിക്കലും അഹങ്കാരത്തിന്റെ ഭാഷയല്ല, ഇതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ബെസ്റ്റ് വെർഷൻ ഓഫ് അവർ സെൽഫ്, നമ്മുടെ ബെസ്റ്റ് വെർഷൻ പുറത്തെടുക്കാനും നാം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാനും കഴിയുക. അതുകൊണ്ട് നാം നമ്മളോട് പറയേണ്ടത് ഐ ആം ദ ബെസ്റ്റ്. രണ്ടാമതായി നാം പറയേണ്ടത് ഐ ക്യാൻ ഡു എവറിത്തിങ്. എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഐ ക്യാൻ. എല്ലാ സമയങ്ങളിലും എനിക്കൊന്നിനും കഴിയില്ല എന്ന ചിന്തകൾ മാറ്റി ഏതൊരു വിഷയം വന്നാലും ആദ്യം ചിന്തിക്കേണ്ടത് എനിക്കത് ചെയ്യാൻ കഴിയും. ഇത് നമ്മളിൽ ഒരു വിൽ പവർ വളർത്തിയെടുക്കാനും അങ്ങനെ എല്ലാം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും സഹായിക്കും. അതുകൊണ്ട് നാം നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യം, ഐ ക്യാൻ ഡു എവറിത്തിങ്. ഇത് നമ്മളോട് നാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറയുന്നത് നമ്മളെ സ്വയം എംപവർ ചെയ്യുകയും ഒരു നല്ല എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നാം രൂപപ്പെടുകയും ചെയ്യും. മൂന്നാമതായി നാം പറയേണ്ടത് മൈ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. എൻ്റെ ഭാവി മനോഹരമാണ്, ശോഭനമാണ് എന്ന അർത്ഥത്തിൽ നാം നമ്മളോട് തന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറയുമ്പോൾ നമ്മളിലൊരു ശുഭാപ്തി വിശ്വാസം വരികയും എല്ലാ കാര്യങ്ങളിലും നല്ല പോസിബിലിറ്റിയെ കണ്ടെത്താനും സാധ്യതകളെ കണ്ടെത്താനും ഒക്കെ നമുക്ക് കഴിയും. അതുകൊണ്ട് നാം എന്നും നമ്മളോട് തന്നെ പറയണം, മൈ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. നാലാമതായി നാം നമ്മളോട് പറയേണ്ടത് ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ഈച്ച് ഡേ. എല്ലാ ദിവസവും ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും എനിക്ക് പുരോഗതിയാണ്. ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നാം കൃത്യമായി നമ്മുടെ പുരോഗതിയെ മനസ്സിലാക്കുകയും അളക്കുകയും അങ്ങനെയുള്ള പുരോഗതികളിൽ ആ പ്രോഗ്രസ്സുകളെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എല്ലാ ദിവസവും നാം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാ ദിവസവും നമുക്ക് പ്രോഗ്രസ് ഉണ്ട് എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് രൂപപ്പെടാൻ അത് സഹായിക്കും. അഞ്ചാമതായി നാം നമ്മളോട് പറയേണ്ടത് ഐ വിൽ വർക്ക് ഹാർഡ്. ഞാൻ കഠിനാധ്വാനം ചെയ്യും. എൻ്റെ സ്വഭാവം കഠിനാധ്വാനം ചെയ്യുന്നവൻ്റെ സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ഒരു ബോധം നമ്മളിൽ സൃഷ്ടിച്ചാൽ ഏത് കഠിനമായ പ്രവർത്തനങ്ങളിലും മുഴുകാനും അതിൽ നമ്മുടെ മുഴുവൻ എഫേർട്ടും പൂർണ്ണമായി സമർപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം നമ്മൾ സ്വയം സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നാം പറയുക, ഐ വിൽ വർക്ക് ഹാർഡ്. ഞാൻ കഠിനാധ്വാനം ചെയ്യും. എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യാൻ
കഴിവുള്ള ഒരാളാണ് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. രണ്ടാമതായി നാം നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത്, നമ്മളോട് തന്നെ പറയേണ്ടത് നോ എക്സ്ക്യൂസ്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അത് ഇന്നാലിന്ന കാരണം കൊണ്ടാണ്, അല്ല എങ്കിൽ നമുക്കൊരു അബദ്ധം പറ്റിയാൽ അത് ഇങ്ങനെ ആയതുകൊണ്ടാണ്, അത് എൻ്റെ കുറ്റമല്ല എന്ന ധാരണ മാറ്റുന്നതിന് വേണ്ടി ഒരു വിഷയത്തിലും ഒരു എക്സ്ക്യൂസും കണ്ടെത്താതെ അത് എൻ്റെ ബാധ്യതയാണ്, അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ ആ ഉത്തരവാദിത്തം ബോധം നമ്മളിൽ നിറയ്ക്കാനുമൊക്കെ ഇത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നാം പറഞ്ഞു പഠിപ്പിക്കേണ്ടത്, ഒരു സിറ്റുവേഷനിലും നോ എക്സ്ക്യൂസ്, ഒരു സാഹചര്യത്തിലും എക്സ്ക്യൂസിനെ തേടി പോകാതെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വത്തെയും ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ആളാണ് ഞാൻ എന്ന് നാം നമ്മളോട് തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഏഴാമതായി നാം നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത്, ഐ വാസ് ബോൺ ടു ഡു ഗ്രേറ്റ് തിങ്സ്. വലിയ വലിയ കാര്യങ്ങൾ, മനോഹരമായ ഈ ലോകത്തിനു വേണ്ടി, എൻ്റെ സമൂഹത്തിനു വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. എൻ്റെ കഴിവ് കൊണ്ട് ഈ ലോകത്തിന് പലതും ചെയ്യേണ്ടതുണ്ട്, അതൊക്കെ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് എന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ഒരു ബോധം നമ്മളിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജന്മം തന്നെ എന്ന് നമ്മളെ വിശ്വസിപ്പിച്ചെടുക്കുക. നാം എട്ടാമതായി നാം ചിന്തിക്കേണ്ടത്, പീപ്പിൾസ് ഒപ്പീനിയൻ ഡോണ്ട് അഫക്റ്റ് മീ. ആളുകളുടെ അഭിപ്രായം എന്നെ ഒരിക്കലും ബാധിക്കുന്നില്ല. എനിക്കെൻ്റെതായ ശരികളുണ്ട്, എനിക്കെൻ്റെതായ നിലപാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെതായ ഉറപ്പുകളും അറിവുകളും നാം മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച എക്സ്പീരിയൻസുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ, എൻ്റെ സ്വഭാവത്തിൽ ആളുകളുടെ അഭിപ്രായത്തെ ഞാൻ പ്രശ്നമായി കാണുകയില്ല. ആളുകൾക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്, അത് കേവലം അഭിപ്രായം മാത്രമാണ്, അത് ശരിയായിക്കൊള്ളണമെന്ന യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായത്തെ അഭിപ്രായമായി കാണുകയും അതൊന്നും ഇഫക്റ്റ് ചെയ്യുന്ന ഒന്നല്ല ഒരാളുടെയും അഭിപ്രായമെന്ന് നാം നമ്മെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് നിരന്തരമായി നാം നമ്മളോട് പറയേണ്ടത്, പീപ്പിൾസ് ഒപ്പീനിയൻസ് ഡോണ്ട് അഫക്റ്റ് മീ, എന്നെ ഒരിക്കലും ബാധിക്കുന്ന ഒന്നല്ല എന്ന് നാം നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കണം. ഒമ്പതാമതായി നാം നമ്മെ പഠിപ്പിക്കേണ്ട, ലൈഫ് ഈസ് പ്രീഷ്യസ്. ഈ ജീവിതം മനോഹരമാണ്. എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നാം ചെയ്തു തീർത്തിരിക്കും. ആരെയും വെയിറ്റ് ചെയ്യാതെ, ഒരുപാട് കാലം ബാക്കിയുണ്ട് എന്ന് ചിന്തിക്കാതെ. ലൈഫ് പ്രീഷ്യസ് ആണ്, അതുപോലെ തന്നെ ഷോർട്ടുമാണ്. അതുകൊണ്ട് എനിക്ക് ചെയ്യാനുള്ള എൻ്റെ ബാധ്യതകളെ, എൻ്റെ കടമകളെ മുഴുവനും ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കും എന്ന രീതിയിൽ നാം നമ്മളോട് പറയുക. ഇങ്ങനെ ഈ 9 കാര്യങ്ങൾ നാം നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിൽ നിന്നും, ജീവിത സാഹചര്യങ്ങളിൽ നിന്നും, ചെറുപ്പകാലങ്ങളിൽ നിന്നുമൊക്കെ നമ്മളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളാൽ നമ്മളെ പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ പല വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ 9 കാര്യങ്ങൾ എന്നും രാവിലെ എണീറ്റ് നമ്മളോട് തന്നെ നാം പറയാൻ തുടങ്ങിയാൽ, ഐ ആം ദ ബെസ്റ്റ്, I can do everything, my future is bright, I am getting better each day, I will work hard, no excuse, I was born to do great things, people's opinion don't affect me, life is precious. ഇങ്ങനെ ഈ 9 കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് വേണമെങ്കിൽ നമുക്കൊരു കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി, നമ്മുടെ കണ്ണുകളിൽ നോക്കി നാം പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ ഒരു ബെസ്റ്റ് വെർഷൻ പുറത്തു ചാടുന്നത് കാണാം. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.